ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു ഹെൽത്തി മിക്സ്, ഞാൻ ഉണ്ടാക്കിയൊരു പേരാണ്, ഒരു ഹെൽത്തി മിക്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് നമുക്ക് പ്രായമായവർക്കും മുതിർന്നവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സുള്ളൊരു സംഭവമാണ്. ഞാനിപ്പോൾ ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതാണ്. ഞാൻ മക്കൾക്കും കൊടുക്കാറുണ്ട്. ഡെയിലി ഒരു സ്പൂൺ കഴിച്ചാൽ മതി. വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ലായ്മയൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നട്ട്സുകളൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു ഹെൽത്തി മിക്സ് ഡെയിലി ഒരു സ്പൂൺ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അധികം വീഡിയോ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കണില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിന് ഒരു ഹെൽത്തി മിക്സിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അടിപൊളിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മിക്സിന് ആദ്യം തന്നെ വേണ്ടത് ബദാമാണ് കേട്ടോ. ഞാനിത് ഈ ഒരു കപ്പിന് ഇത്രയൊരു ബദാം എടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റഡ് ബദാം അല്ല കേട്ടോ. അതുപോലെ കാഷ്യൂസ് വേണം. കാഷ്യൂസ് നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു അളവ് അത്ര വെച്ചെടുക്കാം. ഇതും റോ കാഷ്യൂസ് ആണ് കേട്ടോ, റോസ്റ്റഡ് അല്ല. ഇത് വന്നിട്ട് വാൾനട്ടാണ് കേട്ടോ. കണ്ടോ, ഇത് വാൾനട്ടാണ്. നമ്മൾ ബ്രെയിൻ പോലെ വാൾനട്ട് ഡെയിലി ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനത് ഈ ഒരു കപ്പിന് ഈ ഒരു ബൗളിന്, കപ്പല്ല ബൗളിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ പംകിൻ സീഡാണ് കേട്ടോ. കണ്ടോ, ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടും. ഇത് വന്നിട്ട് സൺഫ്ലവർ സീഡുമാണ് കേട്ടോ. ഇതും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടും. പിന്നെ ഇതിൽ കുറച്ച് നമ്മളെ പിസ്ത ഉണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു ഹെൽത്തി മിക്സിന് വേണ്ട സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കണം. കാരണം ഇതൊക്കെ പച്ചയല്ലേ, പച്ചയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മളെ നട്ട്സുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. കാരണം ഇത് പച്ചയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല, വെറുതെ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് വെറുതെ എന്താ പറയുക, ഒന്ന് വറുത്ത് പോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പച്ചയല്ലേ, അപ്പോൾ നമ്മൾ പൊടിച്ച് വയ്ക്കുമ്പോൾ കുറേ ദിവസത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് പൂത്ത് പോകും. ഇങ്ങനെയാകുമ്പോൾ കുറേ ദിവസം നിന്നോളും. അപ്പോൾ വെറും എണ്ണ ഒഴിക്കണില്ല കേട്ടോ. വെറും ചീനച്ചട്ടിയിൽ ചട്ടി ചൂടായി നമുക്ക് ആദ്യം ബദാം ഒന്ന് ചൂടാക്കി. അങ്ങനെ നമ്മുടെ നട്ട്സുകളെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതൊന്ന് ചൂടാകണം. നമ്മളെ പംകിൻ സീഡ് ഉണ്ട്, നമ്മുടെ പിസ്ത ഉണ്ട്, വാൾനട്ട് ഉണ്ട്, നമ്മുടെ സൺഫ്ലവർ സീഡ്, കാഷ്യൂ നട്ട്, ബദാം എല്ലാം ഒന്ന് ചെറുതായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറുന്നതിന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി നട്ട്സ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. അതായത് നമ്മളെല്ലാം റോസ്റ്റ് ചെയ്തിരിക്കല്ലേ, നമ്മുടെ കാഷ്യൂസിൻ്റെയും ആൽമണ്ടും അതുപോലെ തന്നെ ആ പംകിൻ സീഡൊക്കെ അങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മണം ഉണ്ടാവില്ലേ, ആ ഒരു മണമാണ്. പിന്നെ നമ്മൾ ഒട്ടും വെളിച്ചെണ്ണ എണ്ണയിലല്ലാട്ടോ വറുത്തത്, വെറുതെ ചൂടാക്കിയിട്ടുള്ളൂ. ഇത് ഇത്രയൊന്നും കഴിക്കേണ്ട. ഡെയിലി ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഡെയിലി കഴിച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് തരിതരിയായിട്ട് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ ഗ്രാനുവൽസ് ഉണ്ടായിരിക്കും ഓരോന്നിൻ്റെ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ടേസ്റ്റ് വൈസും എനിക്കിഷ്ടമാണ്. നട്ട്സുകളുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും കേട്ടോ. അടിപൊളിയാണ്. അതായത് നട്ട്സുകളുടെ ടേസ്റ്റ് ഇഷ്ടമാവുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. പിന്നെ ചിലർക്ക് വാൾനട്ട് ഇഷ്ടമല്ല. എനിക്ക് വാൾനട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാടൊന്നും കഴിക്കില്ല. ഡെയിലി 1-2 വാൾനട്ട് കഴിക്കുന്നത് നമ്മളെ ഹെൽത്തിനും നല്ലതാണ്, നമ്മളെ മെമ്മറി പവർ കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വാൾനട്ട് ചിലർക്കും ഇഷ്ടമല്ല. കാരണം അതിനൊരു ചവർപ്പാണ്, ആ ഒരു ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ആ ചവർപ്പിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ്, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ ഇതൊന്നും കഴിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഡെയിലി ഒരു സ്പൂൺ കഴിച്ചാൽ മതി. അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അതല്ലാതെ രാവിലെ എണീറ്റ് വഴിക്ക് കഴിക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ ഇത് കഴിക്കാൻ പറ്റുക വെച്ചെങ്കിൽ ഒരു സ്പൂൺ ഡെയിലി എടുത്ത് കഴിക്കാം, മക്കൾക്കും കൊടുക്കാം. പിന്നെ അത് പാലിൽ കുറുക്കി കഴിക്കാമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഞാനിത് ഇങ്ങനെ കഴിക്കാറ്. ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്തവരാണെങ്കിൽ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനി വരണ്ട്. അപ്പോൾ താങ്ക് യു.